അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. നമുക്ക് ഓരോരോ ആഗ്രഹങ്ങൾ നിറവേറാനും ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും ഉണ്ടാകുമല്ലോ. നമ്മൾ മനുഷ്യരാണെങ്കിൽ ഈ ദുനിയാവിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാനുണ്ടാവും. ഒന്ന് തികഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് നമുക്ക് ഇല്ലാത്തതായിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു ആവശ്യം അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങാനായിട്ട് ഉണ്ടാവും. മക്കളുള്ളവർക്ക് സമ്പത്തുണ്ടാവില്ല, സമ്പത്തുള്ളവർക്ക് മക്കളുണ്ടാവില്ല, രണ്ടും ഉള്ളവർക്ക് ആരോഗ്യമുണ്ടാവില്ല, അസുഖമായിരിക്കും, രോഗമായിരിക്കും. ഇതെല്ലാം ഉള്ളവർക്ക് ജോലി ഉണ്ടാവില്ല. ഇത് എല്ലാം തികഞ്ഞവരാണെങ്കിൽ അവർക്ക് വീടുണ്ടാവില്ല, അല്ലെങ്കിൽ കടമുണ്ടാവും. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ മനുഷ്യരാണെങ്കിൽ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും ഒന്ന് നമുക്ക് നിറവേറാനുണ്ടാവും. എല്ലാം തികഞ്ഞവരായിട്ട് ഈ ദുനിയാവിൽ ആരും തന്നെ ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ കൈകൾ ഉയർത്തുമ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റിയ നല്ലൊരു അമലാണ്. നമ്മൾ എന്തെങ്കിലും അമല് ചെയ്തിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനുള്ള പ്രതിഫലം ഇരട്ടിയായിട്ട് കിട്ടുകയും ചെയ്യും. പ്രത്യേകിച്ച് റമളാനിലെ ലാസ്റ്റത്തെ 10ൻ്റെ ആ ഒരു രാവുകളിൽ എല്ലാ ദിവസവും നിങ്ങൾ ലാസ്റ്റത്തെ 10 ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവ് അല്ലാതെയും നിങ്ങൾ അല്ലാത്ത രാവുകളിലും നിങ്ങൾ ഇത് ഓതിയിട്ട് ദുആ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിനുള്ള പ്രതിഫലം അള്ളാഹു തരും. അത്രക്ക് മഹത്വമുള്ള രാവുകളാണ് ലാസ്റ്റത്തെ 10ൻ്റെ റമളാനിലുള്ള രാവ്. ദുആയ്ക്ക് ഉത്തരം കിട്ടുന്ന രാവാണ് ഈ രാവ്. വെറുതെ നമ്മൾ ഉറങ്ങി തീർക്കാനുള്ള രാവുകളല്ല. പടച്ച റബ്ബിൻ്റെ മുന്നിൽ കൈകൾ ഉയർത്തി രാപ്പകലില്ലാതെ നമ്മൾ ദുആ ചെയ്യേണ്ട ദിവസങ്ങളാണ് ഈ രാവുകൾ. നമ്മൾ പായാക്കി കളഞ്ഞിട്ട് എൻ്റെ ജീവിതം അങ്ങനെയാണ്, എനിക്കത് കിട്ടുന്നില്ല, ചോദിച്ചിട്ട് ദുആയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനാണെങ്കിൽ നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ആഗ്രഹം സാധിപ്പിച്ച് കിട്ടണമെങ്കിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവിലെ നിങ്ങൾ അർദ്ധരാത്രിയിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണോ അത് മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഹാജത്തിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക. ആ ഒരു നിസ്കാരപ്പായലിരുന്നിട്ട് ഒരുപാട് ദുആ ചെയ്യുക, ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലുക, എന്നിട്ട് ദുആ ചെയ്യുക. ശേഷം നിങ്ങൾ നബിയുടെ ഹളറത്തിലേക്ക് മനസ്സറിഞ്ഞ് നിങ്ങൾക്കറിയാവുന്ന ഏത് സ്വലാത്തായാലും കുഴപ്പമില്ല, നബിയുടെ ഹളറത്തിലേക്ക് ഒരു 11 21 തവണ സ്വലാത്ത് ചൊല്ലുക. ശേഷം ആ ഒരു നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ ദുആ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മനസ്സ് വേറെ എവിടെയും പോകാൻ പാടില്ല. നിസ്കാരപ്പായയിൽ ഇരുന്നിട്ട് അള്ളാഹുവായിട്ടുള്ള സംഭാഷണം പോലെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. മനസ്സ് വേറെ ഇടങ്ങളിൽ പോയിട്ട് വെറുതെ ദുആ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള പ്രതിഫലം കിട്ടുകയില്ല. ഞാൻ ചെയ്തിട്ടുണ്ട്, പ്രതിഫലം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആത്മാർത്ഥമായിട്ട് ചെയ്യണം. സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം നിങ്ങളുടെ ആവശ്യം പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. എന്നിട്ട് ആ ഒരു നിസ്കാരപ്പായയിൽ ഇരുന്നിട്ട് ആരോടും സംസാരിക്കാതെ 313 തവണ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന് തുടങ്ങുന്ന സൂറത്ത്, ഖദ്ർ സൂറത്ത്, നമ്മുടെ റമളാൻ ലാസ്റ്റത്തെ 10ൽ ഇറങ്ങിയ ലൈലത്തുൽ ഖദ്റിൻ്റെ അന്ന് രാവിലെ ഇറങ്ങിയ സൂറത്ത് ഖദ്ർ സൂറത്ത്. ലൈലത്തുൽ ഖദ്റിൻ്റെ വിശേഷണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സൂറത്താണ് ഖദ്ർ സൂറത്ത്. ഈ സൂറത്ത് ആ ഒരു നിസ്കാരപ്പായയിൽ ഇരുന്നിട്ട് നിങ്ങൾ 313 തവണ ഓതുക. ഒരു നിസ്കാരപ്പായയിൽ ഇരുന്ന് നിങ്ങൾ ആരോടും സംസാരിക്കാതെ ഓതി തീർക്കുക. നമുക്ക് അതിയായ ആഗ്രഹങ്ങൾ നിറവേറാനുണ്ടെങ്കിൽ നമ്മൾ ഏത് അറ്റം വരെ അമല് ചെയ്യാൻ റെഡി ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു സൂറത്ത് ഓതി തീർക്കുക. എന്നിട്ട് ശേഷം നിങ്ങൾ ആദ്യം ചൊല്ലിയതുപോലെ സ്വലാത്ത് ചൊല്ലുക, നബിയുടെ ഹളറത്തിലേക്ക് സ്വലാത്ത് ചൊല്ലുക. എന്നിട്ട് നിങ്ങൾ പടച്ച റബ്ബിനോട് ആ ഒരു നിസ്കാരപ്പായയിൽ ഇരുന്ന് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. അത്ഭുതം എന്ന് പറയട്ടെ, നിങ്ങൾക്ക് അള്ളാഹു പതിയെ പെട്ടെന്ന് നിങ്ങൾ ചോദിച്ചത് എന്താണോ അത് നടന്നു കിട്ടും. നിങ്ങൾ പോലും അറിയാതെ യാദൃശ്ചികമായിട്ടായിരിക്കും പടച്ച റബ്ബ് അത് നിങ്ങൾക്ക് സാധിപ്പിച്ചു തരുന്നുണ്ടാവുക. പെട്ടെന്ന് നിങ്ങൾ ഒരു രാത്രി ചൊല്ലിയിട്ട് ഓതിയിട്ട് രാവിലത്തേക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ നിരാശപ്പെടരുത്. ഒരാഴ്ചൻ്റെ ഉള്ളിൽ പടച്ച റബ്ബ് നിങ്ങളുടെ മുന്നിൽ ആഗ്രഹം സാധിപ്പിച്ചു തരും. അത് ഉറപ്പാണ്. നിങ്ങൾ വിചാരിച്ചതിലും കൂടുതലായിട്ട് പടച്ച റബ്ബ് തരും. ഈ സൂറത്തിൻ്റെ മഹത്വം കൊണ്ട് നിങ്ങൾ എവിടെയും പരാജയപ്പെടേണ്ടി വരില്ല. ഈ സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ നമുക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് കിട്ടും. രാവിലെ സുബഹിക്ക് ശേഷവും മഗ്‌രിബിന് ശേഷവും 3 തവണ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ പിശാച് നമ്മളെ തൊടുകയില്ല. സിഹ്റിൽ നിന്നൊക്കെ നമുക്ക് കാവൽ കിട്ടും. അതുകൊണ്ട് ഈ സൂറത്തിൻ്റെ മഹത്വങ്ങൾ എണ്ണിയാൽ തീരില്ല. ഇൻഷാ അല്ലാഹ് അത് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.